പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ പുസ്തകം 9:12. അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ വേദന എന്താ? അതായത് സംസാരിക്കുന്ന സകല മക്കൾക്കും, ചിലപ്പോഴെങ്കിലും അഭിഷിക്തരുടെ ജീവിതത്തിൽ പോലും ഞങ്ങളുടെ പ്രവൃത്തികൾ സ്വീകാര്യമാകുന്നില്ല. അച്ചോ, ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും, അത് വീട്ടിലാകട്ടെ, തൊഴിൽ സ്ഥാപനങ്ങളിലാകട്ടെ, ശുശ്രൂഷ മേഖലകളിലാകട്ടെ, അച്ഛാ എന്ത് ചെയ്തിട്ടും സ്വീകാര്യമാകാത്ത വിധത്തില് വലിയ ഭാരമാണ് അച്ഛാ. പ്രിയ സഹോദരങ്ങൾ, അവിടെയാണ് നമ്മൾ ഈ വചനം മനസ്സിലാക്കേണ്ടത്. ജ്ഞാനം 9:12. അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. എപ്പോൾ? അത് 9-ാമത്തെ അധ്യായം ഒരു ഹോംവർക്കാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ജ്ഞാനത്തിന് വേണ്ടി. അപ്പൊ ഇന്നത്തെ വചനം എന്ന് പറയുന്നത് ഒരു ഹോംവർക്കാണ്. വചനം അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. എപ്പോൾ? ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന 9-ാമത്തെ അധ്യായം മനസ്സിരുത്തി നമുക്ക് വായിക്കാം. കർത്താവിന്റെ വലിയ കൃപ. നാളെ സാബത്ത് ദിനത്തില് നല്ല ഒരുക്കത്തോടു കൂടി, നിങ്ങൾക്ക് അറിയാലോ, നമുക്കറിയാലോ അല്ലെ, ഇത് ഒരു പുതിയ വർഷമാണ്. 2025 ആദ്യത്തെ മാസമാണ്. നല്ല ഒരുക്കത്തോടു കൂടി ഒരുങ്ങി നമുക്ക് ഈ സാബത്ത് ദിനത്തിലെ ഈശോയുടെ ഉയർപ്പ് തിരുനാൾ, അതുകൊണ്ടാണ് സാബത്ത് എന്ന് പറയാൻ കാരണം, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച സാബത്ത് എന്ന് പറയാൻ കാരണം ഈശോയുടെ ഉയർപ്പ് ആചരിക്കുന്ന ഓരോ ദിവസമാണ്. നമുക്കറിയാം, ചില അവസരങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും ആഴ്ചയുടെ അവസാനം വിളിക്കൊണ്ട് ഇടിഞ്ഞു പോകുമ്പോൾ ഓരോ ഞായറാഴ്ചയും നമ്മെ യേശുവിൻ്റെ ഉത്ഥാനം, എനിക്കൊരു ഉയർപ്പുണ്ട്, അതാണ് നമ്മെ സൂചിപ്പിക്കുന്നത്. നല്ല ഒരു ഞായറാഴ്ച ആചരണം, നല്ല തീക്ഷ്ണതയോടെ ബലിയർപ്പിച്ച്, ഷോർട്ട് മാസ് അല്ല, നല്ല ബിഗ് മാസ്, നല്ല സമയമൊക്കെ എടുത്ത് ബലിയർപ്പിക്കാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.